ഇഹിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 2 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ അളവൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇനി നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഇഞ്ച് വലുപ്പത്തിനുള്ള പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 10-15 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ദാണ്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ നല്ല എരിയുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം നമ്മൾ നേരത്തെ അധികം പച്ചവെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എരി നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇനി ഒരു 1/2 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ ചിക്കനിൽ നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പില ഇവിടെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. ഈ ഒരു സമയത്ത് വേറൊരു പാത്രത്തിലായിട്ട് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് വലിയൊരു പാത്രത്തിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രൈ ചെയ്യുന്ന നേരത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാൻ നോക്കണം. എന്നാൽ മാത്രമേ നമ്മളെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ നല്ലതുപോലെ എണ്ണയും വേണം. എന്നാൽ മാത്രമേ ആ ഒരു ചിക്കൻ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ആ ഒരു എണ്ണയിൽ കിടന്ന് നന്നായിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അടിക്കൊന്നും പിടിക്കാതെ കരിഞ്ഞു പോകാതെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്കൊരു ബ്രൗൺ നിറം ആകുമ്പോഴേക്കും എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് ഒരു ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും കൂടെയൊക്കെ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.